السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. اللهم اجعلنا من عبادك الصالحين وتوفنا مسلمين والحقنا بالصالحين. ഇനി നമ്മൾ പറയാമെന്ന് പറഞ്ഞത്, എൻ്റെ ഒരു സാധനം മറ്റൊരാളുടേതാണ് എന്ന് ഇഖ്റാർ ചെയ്താൽ സ്വഹീയാകൂല എന്നാണ്. പിന്നെ ഇഖ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നേരത്തെയുള്ള ഒരു ഹക്ക് സമ്മതിച്ച് പറയലാണ്, ഇപ്പം തൻ്റെതാണെന്ന് പറയലല്ല. സാബിഖായ ഒരു ഹക്ക് സമ്മതിച്ച് പറയലാണ്. ഒന്നുമില്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല, എന്നാലും പറയുന്ന കൂട്ടത്തിൽ ഇതും പറയാമെന്ന് മാത്രം. വശുരിത്ത ഫി മുഖറിം ബിഹി. മുഖറും ബിഹി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കിതാബ് സെയ്ദിൻ്റെതാണ്, നിങ്ങളതാണ് എന്ന് ഞാൻ പറയുമ്പോൾ കിതാബാണ് മുഖർ ബിഹി. ഈ മുഖർ ബിഹിയിൽ ഷർത്താണ് അല്ലായിക്കൂന മിൽക്കല്ലി മുഖറിൻ. അത് മുഖറിൻ്റെ ഉടമസ്ഥതയിൽ ആവാതിരിക്കുക എന്നത്. എൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനം ആവരുത്. എപ്പോൾ? ഹീന യുഖിറു, ഇഖ്റാർ ചെയ്യുന്ന നേരത്തെ എൻ്റെതാവാം. ഈ കിതാബ് നിങ്ങളതാണ് എന്ന് ഞാൻ പറയുമ്പോൾ നേരത്തെ എൻ്റെതായിരുന്നു, ഇപ്പം നിങ്ങളതാണ് അർത്ഥത്തിൽ ഇഖ്റാർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ കിതാബ് എങ്ങനെയാണ് നിങ്ങളതാവുക? എന്നൽ ഇഖ്റാറ, കാരണം ഇഖ്റാർ ലൈസ ഇസാലത്തൻ അനിൽ മിൽക്കി, ഉടമസ്ഥത നീക്കലല്ല ഇഖ്റാർ. ഉടമസ്ഥത നീക്കണതിന് വെറുതെ എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ വിറ്റു എന്ന് പറയാം, അങ്ങനെയൊക്കെയാണ് ഉടമസ്ഥത നീക്കാനുള്ള മാർഗം. ഇഖ്റാർ ചെയ്യലല്ല. വൈന്നമാഹു ഇഖ്ബാറുൻ അൻ കൗനിഹി മിൽക്കൻ ലിൽ മുഖറി ലഹു ഇദാലും യുകദ്ദിബഹു. ഇഖ്റാർ എന്ന് പറഞ്ഞാൽ ഇഖ്ബാറുൻ അൻ കൗനിഹി മിൽക്കൻ, അത് ഉടമയിലാണ് എന്ന് സമ്മതിക്കലാണ്, പറയലാണ്. ആരുടെ ഉടമയിലാണ്? ലിൽ മുഖറി ലഹു, മുഖർ ലഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് പറയുന്നതിൻ്റെ പേരാണ് ഇഖ്റാർ. ഈ കിതാബ് നിങ്ങളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മിൽക്കിലാണെന്ന് പറയാം. ഇതാലും യുകദ്ദിബുഹു, അവൻ അതിനെ നിഷേധിക്കുന്നില്ലെങ്കിൽ. നിങ്ങളതല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇഖ്റാർ ആവില്ല. നിങ്ങളതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളതാവും. അപ്പോൾ ഒരാൾ പറയണം, ഞാൻ എനിക്കും വേണ്ടി വാങ്ങിയ ഈ വസ്ത്രം സെയ്ദിൻ്റെതാണ്, നിങ്ങളതാണ് എന്ന് പറഞ്ഞ ക്ലാസ് കേൾക്കുന്നത് നിങ്ങളതാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം എൻ്റെ വസ്ത്രവും എൻ്റെ വീടൊക്കെ നിങ്ങളതാലെങ്ങനെ? അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ഉദാഹരണമാണ് പറയുന്നത്. ഇപ്പോൾ കൗലുഹു, അപ്പോൾ ഒരാൾ പറയുന്നത്, ദാരി ഔ സൗബി ഔ ദാരി അല്ലദീ ഇസ്തറൈതുഹ, ഞാൻ വാങ്ങിയ എൻ്റെ വീട്, എൻ്റെ വസ്ത്രം, അല്ലെങ്കിൽ എൻ്റെ വീട് മാത്രം പറഞ്ഞു. ലി നഫ്സി, എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിയ എൻ്റെ വീട്, അല്ലെങ്കിൽ എൻ്റെ വസ്ത്രം, എൻ്റെ വീട്, ലി സെയ്ദിൻ, സെയ്ദിനാണ് എന്ന് പറഞ്ഞാൽ അത് ലഹ്വാണ്, അതിൽ അർത്ഥമില്ലാത്ത വർത്താനാണ്. അതുപോലെ ഔ ദൈനിയല്ലതി അലാ സെയ്ദിൻ ലി അംരിൻ, സെയ്ദ് എനിക്ക് തരാനുള്ള കടം അമ്രിനും കിട്ടാനുള്ളതാണ് പറഞ്ഞു. സെയ്ദിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള കടം അത് അമ്രിന് കിട്ടാനുള്ളതാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ അലാ സെയ്ദ് എന്ന് പറഞ്ഞാൽ സെയ്ദ് തരാനുള്ളത് എന്നല്ലേ. അപ്പോൾ നിങ്ങൾ എനിക്ക് തരാനുള്ള പൈസ അതെൻ്റെ ഭാര്യൻ്റെതാണ് പറഞ്ഞു, ശരിയാവില്ല, ലഹ്വാണ്. എന്തുകൊണ്ട്? ലിഅന്നൽ ഇളാഫത്ത ഇലൈഹി, കാരണം ഞാൻ എന്നിലേക്ക് ചേർത്ത് പറയുമ്പോൾ തഖ്തദിൽ മിൽക്കലഹു, അത് എൻ്റെ ഉടമസ്ഥതയാണ് എന്ന് തേടുന്നുണ്ട്. എനിക്ക് കിട്ടാനുള്ള കടം എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഉടമസ്ഥതയിലാണെന്ന് തേടുന്നില്ലേ? അപ്പോൾ ഒരാളിലേക്ക് ചേർക്കൽ അത് അയാളുടെ ഉടമസ്ഥതയെ തേടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ തുനാഫിൽ ഇഖ്റാറ ബിഹി ലിഗൈരി, മറ്റൊരാൾക്ക് അത് സമ്മതിക്കൽ അത് എതിരാകുന്നുണ്ട്. ഇപ്പോൾ തുനാഫി അത് എതിരാകുന്നുണ്ട്. കാരണം ഇത് ഇഖ്റാറും ബിഹഖിൻ സാബിഖിൻ, കാരണം ഇഖ്റാർ അത് ഇഖ്റാറാണ്, സാബിഖായ ഒരു ഹക്ക് കൊണ്ട് സമ്മതിക്കലാണ്. ഏത്? ഇഖ്റാറല്ല, ഇഖ്ബാറും ബിഹഖിൻ സാബിഖിൻ അർത്ഥം. സാബിഖായ ഒരു ഹക്ക് സമ്മതിച്ച് പറയലാണ് ഇഖ്റാർ എന്ന് പറയുന്നത്. കാമക്കാറബി താരീഫി, നേരത്തെ നിർവചനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇഖ്റാറിൻ്റെ പാഠത്തിൽ നിർവചനം ഇഖ്ബാറു ശഖ്സി ബിഹഖിൻ അലൈഹി,
ഇസമായ ഇത്രാഫൻ അല്ലേ? ഒരാളോട് പറയാം ഹക്കിൻ അലൈഹി, അയാളാണ് അതിൻ്റെ അവകാശി എന്ന് വേറെ ആളോട് പറയുന്നതിൻ്റെ പേരാണ് ഇത് ഇഖ്റാർ. ഒരു വ്യക്തിയോട് പറയാം അത് ഹക്കുൻ സാബിഖ് എന്ന് പറഞ്ഞാൽ മുൻകടന്ന ഹക്ക് പോട്ടെ. ഇനി ഇഖ്റാറിനും ഇഖ്റാർ അല്ലാതെ ആകാനും സാധ്യതയുള്ളൊരു പദം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീട് നിങ്ങളതാണ് പറഞ്ഞാൽ അത് ഇഖ്റാറാകാൻ പറ്റും. എൻ്റെ വീട് നിങ്ങളതാണ് എന്ന് പറഞ്ഞാൽ ഇഖ്റാറാകാൻ പറ്റും. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞാൽ എന്താ? എൻ്റെ വീട്, എനിക്ക് വേണ്ടി വാങ്ങിയ വീട് സെയ്ദിനാണ് എന്നല്ലേ പറയുന്നത്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, എൻ്റെ വീട് സെയ്ദിനാണ് എന്നാണ് പറയുന്നത്. അത് ഇഖ്റാറാകുന്നതിന് തടസ്സമല്ല. കാരണം എൻ്റെ വീട് എന്ന് പറയുമ്പോൾ എൻ്റെ ഉടമസ്ഥതയിലുള്ള വീട് എന്നതിന് അർത്ഥമൊന്നുമില്ലല്ലോ. ഞാൻ വായ്പ വാങ്ങിയ വീടാണെങ്കിലോ? അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വായ്പ വാങ്ങിയ വീട് നിങ്ങൾ തന്നെയല്ലേ? വലോ കാല മസ്കനി ഔ മൽബൂസി, ദാരി എന്നല്ല കേട്ടോ പറഞ്ഞത്. ദാറ് എന്ന് പറയുമ്പോൾ അത് വീടാണ്. മസ്കന് എന്ന് പറഞ്ഞാൽ എന്താ? വീട് എന്നല്ല, താമസിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. വളരെ വ്യത്യാസം ഉണ്ടല്ലോ പറച്ചിന്. നേരത്തെ വീട് എന്ന് പറയുമ്പോൾ ശരിയാവില്ല. എൻ്റെ വീട് സെയ്ദിനാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഇഖ്റാറാവില്ല. എൻ്റെ വീട് എന്താവില്ല, ഒരിക്കലും സെയ്ദിനാവില്ല. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഞാൻ ധരിക്കുന്ന ഈ വസ്ത്രം, മൽബൂസ്, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ സാധനം അത് സെയ്ദിനാണെന്ന് പറഞ്ഞാൽ ഇഖ്റാറാകാം. എന്തുകൊണ്ട്? ലിയന്നഹു ഖദ് യസ്കുനു, കാരണം ഒരാളൊരു വീട്ടിൽ താമസിക്കും. വെൽബസു, അയാൾ ധരിക്കും. മിൽക ഗൈരിഹി, മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സാധനത്തെ. അപ്പോൾ മസ്കൻ എന്ന് പറയുമ്പോഴും ദാറ് എന്ന് പറയുമ്പോഴും വ്യത്യാസമുണ്ട്. ഇനി വേറൊരു ഉദാഹരണം പറയാണ്, ഒന്ന് നല്ലോണം സൂക്ഷ്മമായിട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഞാൻ സെയ്ദിൻ്റെ പേരിൽ എഴുതിയ കടം, അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഞാൻ എഴുതിയ കടം അത് അംറിനാണ് കാരണം. അപ്പം സെയ്ദിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളതായിട്ട് എൻ്റെ പേരിൽ കിട്ടാനുള്ളതായിട്ട് ഞാൻ എഴുതിയ കടം അംറിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ശരിയാകുന്ന. കാരണം ഇതിനോടത്തിപ്പോൾ ഉടമസ്ഥ വരുന്നില്ലല്ലോ. ഞാൻ പറയണേ, ഇപ്പം എൻ്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ എനിക്ക് തരാനുള്ളതായിട്ട് ഞാൻ എഴുതി വെച്ച കടം അത് മുഹമ്മദിൻ്റെതാണ് കാരണം, മുഹമ്മദിന് ഇട്ടാനുള്ളതാണ് കാരണം. അപ്പോൾ എനിക്ക് ഇട്ടാനുള്ളതല്ലേ മുഹമ്മദിന് ഇട്ടാനുള്ളതാണ്. അപ്പോൾ ഞാൻ അയാളെ ഏതായാലും ഏൽപ്പിച്ചതായിരിക്കാം എന്നെ ഇതാ മുഹമ്മദ്. അപ്പോൾ അത് ഇഖ്റാറാകും. വലൂഖാല അദ്ദൈനുല്ലദീ കതബ്തുഹു അലാ സൈദിൻ, രണ്ട് ജുംലയാണ് ഇവിടെ. അദ്ദൈനുല്ലദീ കതബ്തുഹു അലാ സൈൻ, മറ്റൊന്ന് അദ്ദൈനുല്ലദീ അലാ സൈദിൻ. അപ്പോൾ സെയ്ദ് തരാനുള്ളതായിട്ട് ഞാൻ എഴുതി വെച്ച കടം, അല്ലെങ്കിൽ ഔ ബിസ്മി, സെയ്ദ് തരാനുള്ളതായിട്ട് എൻ്റെ പേരിൽ എഴുതി വെച്ച കടം അതാർക്കാണ്? എനിക്കല്ല ഉള്ളത്. യഥാർത്ഥത്തിൽ അതാർക്കാണ്? അംറിൻ്റെതാണ് എന്ന് പറഞ്ഞു. അംറിന് കിട്ടാനുള്ളതാണ്. എംരി എന്ന് പറഞ്ഞാൽ അംറിന് കിട്ടാനുള്ളതാണ്. എൻ്റെ പേരിൽ ഞാൻ എഴുതി വെച്ച കടം എനിക്ക് കിട്ടാനുള്ളതായിട്ട്, സെയ്ദ് എനിക്ക് തരാനുള്ളതായിട്ട് എൻ്റെ പേരിൽ ഞാൻ എഴുതി വെച്ച യഥാർത്ഥത്തിൽ ആർക്കാണ്? അംറിനാണ് എന്ന് പറഞ്ഞാലും സ്വഹിയാവും. ഓക്കെ, ഇനി ഇങ്ങനെ പറഞ്ഞു, അദ്ദൈനുല്ലദീ ലീന്ന് കൂട്ടി. ലീ എന്നുള്ള മിൽക്കിനല്ലേ, ലീന്ന് കൂട്ടി പറഞ്ഞാൽ സ്വഹിയാവൂല. ആദ്യത്തോടത്ത് പറഞ്ഞില്ലല്ലോ, അദ്ദൈനുല്ലദീ കതബ്തുഹു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എഴുതിയ കടം, സെയ്ദ് എനിക്ക് തരാനുള്ളതായിട്ട് ഞാൻ എഴുതിയ കടം അംറിനാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോൾ എൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് വരുന്നില്ലല്ലോ. ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്, അദ്ദൈനുല്ലദീ ലീ അലാ സെയ്ദ്, സെയ്ദ് എനിക്ക് തരാനുള്ളതായ കടം. അറബി വാക്കിൽ ഇപ്പോൾ ലീ എന്നർത്ഥം ഉടമസ്ഥതയെ തേടുന്നുണ്ട്. വല്ലാമരുൽ മിൽക്കി എന്നല്ലേ. അദ്ദാറുലി സെയ്ദ് എന്നാണ് അർത്ഥം. ഹാദിഹി ദാറുലി സെയ്ദിൻ, ആ വീട് സെയ്ദിൻ്റെതാണെന്ന് പറഞ്ഞാൽ സെയ്ദിൻ്റെ ഉടമസ്ഥതയിലാണ് നമ്മൾ അർത്ഥം വെക്കുക. അപ്പോൾ ഇവിടെ സെയ്ദിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളതായ കടം അംറിനാണെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. കാരണം ലീ എന്ന് പറയുമ്പോൾ എൻ്റെ ഉടമസ്ഥതയിൽ നിന്നു. എൻ്റെ ഉടമസ്ഥയുടെ സാധനം എങ്ങനെ വേറെ അറിയാം? ആദ്യത്തോടത്ത് അങ്ങനെയല്ല, എൻ്റെ പേരിൽ എഴുതി വെച്ച കടന്നേ പറഞ്ഞിട്ടുള്ളൂ.
അതുകൊണ്ട് അത് ചിലപ്പോൾ എൻ്റെ പേരിൽ എഴുതി വെച്ചാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചുകൊണ്ടേക്കാരം. ആര്? അമ്ര. ഇല്ലായും കാല വസ്മി ഫിൽ കിതാബി ആരിയത്തുൻ. അങ്ങനെ പറഞ്ഞു. എന്ത്? എൻ്റെ പേര് കിതാബിൽ ഉള്ള എൻ്റെ പേര് ആരിയത്തിന് ആരിയത്താണ് എന്ന് പറഞ്ഞു. അത് എനിക്ക് ഉള്ള കടം എന്നുള്ളിടത്ത് എൻ്റെ പേര് ഏതാണ് വായ്പ എന്ന രീതിയിലാണ് എഴുതിയത്. സെയ്ത് എനിക്ക് തരാനുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ പേര് ഏതാണ്? കിതാബിൽ ആരിയത്താണ്, വായ്പയായിട്ട് എന്നാണെങ്കിൽ ഓക്കെ. ഉടമസ്ഥത എന്ന അർത്ഥത്തിലാവുമ്പോഴേ എന്താവുള്ളൂ ശരിയാവാത്തുള്ളൂ. വായ്പ എന്ന അർത്ഥത്തിലാണെങ്കിൽ എന്താവും? ശരിയാകുന്നതാണ്. അപ്പോൾ അവനെന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? അദ്ദൈനുല്ലദീ ലീ ബിസ്മി. അങ്ങനെ പറഞ്ഞു. നേരത്തെ ഇബാറത്തിൽ ഒന്നും കൂട്ടി, ലീ എന്നൂടി കൂട്ടി. അത്രേ ഉള്ളൂ ഇപ്പോൾ ഈ മസാല വ്യത്യാസം. അദ്ദൈനുല്ലദീ കതബ്തുഹു അലാ സെയ്ദിൻ എന്നിടത്തും ലീന്ന് കൂട്ടി. അദ്ദൈനുല്ലദീ ലീ, അദ്ദൈനുല്ലദീ കതബ്തുഹു ലീ അലാ സെയ്ദിൻ എന്ന് കൂട്ടി. അല്ലെങ്കിൽ എന്ത് കൂട്ടി? അദ്ദൈനു ലദീ ബിസ്മി ലീ അലാ സെയ്ദിൻ എന്ന് കൂട്ടി. അപ്പോൾ ലീ എന്ന് കൂട്ടുമ്പോൾ ഇഖ്റാർ സഹിയാവില്ല. കാരണം ലീ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമസ്ഥത എന്നർത്ഥം വന്നു. അല്ലെങ്കിൽ പിന്നെ അവൻ പറയണത് എൻ്റെ പേര് കിതാബിൽ വായ്പയായിട്ട് എഴുതിയാണ്, ആരിയത്ത് എന്ന രീതിയിൽ എഴുതിയതാണ്, ഉടമസ്ഥത എന്ന രീതിയിൽ എന്ന രീതിയിൽ എഴുതിയതല്ല. ലീ എന്നുള്ളതിന് അത്രേ അർത്ഥമുള്ളൂ എന്നോ പറയുകയാണെങ്കിൽ ഒഴികെ, അപ്പോൾ പിന്നെ സ്വഹിയാവുകയും ചെയ്യും. ഒരു വളരെ വളരെ ഉള്ളിലുള്ളൊരു ചർച്ചയാണ്. പദം കൊണ്ടിട്ടുള്ള പദപരമായിട്ടുള്ള ഒരഭിപ്രായ വ്യത്യാസമാണ്. ചെറിയൊരു പദം മാറ്റുമ്പോൾ, കാരണം എൻ്റെ ഉടമസ്ഥതയിലില്ല, ബിസ്മി എൻ്റെ പേരിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉടമസ്ഥനാണ് ഇങ്ങനെ എൻ്റെ പേരിലാവുക. അവിടെ എൻ്റെ പേരിൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വായ്പയാണ് എന്നോ പറയുകയാണെങ്കിലൊക്കെ അപ്പം സ്വഹിയാകും. അപ്പോൾ ലീ എന്നുള്ളതിന് ഒറിജിനൽ അർത്ഥം ഉണ്ടാവില്ല. അപ്പം അത് ആരിയത്തല്ല, ഇഖ്റാർ തന്നെയാണ്. ഇനി വേറൊരു വിഷയം, നിങ്ങളെ കയ്യിലൊരു അടിമ ഉണ്ടായിരുന്നു. ആ അടിമനെ കുറിച്ച് ഞാൻ പറഞ്ഞു ആ അടിമ സ്വതന്ത്രനാണ്. നിങ്ങളെ കയ്യിൽ അടിമ എങ്ങനെ ഞാൻ സ്വതന്ത്രനാന്ന് പറയാം? പക്ഷേ ആ അടിമ സ്വതന്ത്രനാകുന്ന ഒരു രീതിയുണ്ട്. എന്താ അറിയോ? വലു അഖറ ബി ഹുറിയത്തി അബ്ദിൻ മുഅയ്യനി ഫീ യദി ഗൈരിഹി. മറ്റൊരാളുടെ കൈവശത്തിലുള്ള ഒരു നിർണിത അടിമ സ്വതന്ത്രനാണ് എന്ന് ഒരാൾ ഇഖ്റാർ ചെയ്തു. അപ്പോൾ ഞാൻ ഇഖ്റാർ ചെയ്തു നിങ്ങളുടെ കയ്യിൽ അടിമ സ്വതന്ത്രനാണ്. അപ്പോൾ ഷഹീദബി അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചു. സുമ്മഷ്തറാഹു ലിനഫ്സി, പിന്നെ ഞാനത് എനിക്ക് വേണ്ടി വാങ്ങി. ഔ മലക്കഹു ബി വജീൻ ആഖർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എൻ്റെ ഉടമസ്ഥയോ എൻ്റെ വാപ്പാൻ്റെ അടിമയായിരുന്നു, വാപ്പ മരിച്ചു, വാപ്പൻ്റെ ഉടമസ്ഥയോ വരുമല്ലോ. അങ്ങനെയൊക്കെ ആയാൽ ഹുക്കിമ ബി ഹുറിയത്തിഹി, ആ അടിമ സ്വതന്ത്രനാണ് എന്ന് വിധിക്കപ്പെടും. കാരണം ഞാൻ എന്താ പറഞ്ഞത്? ആ അടിമ സ്വതന്ത്രനാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഓൻ്റെ ഉടമസ്ഥതയെ വന്നാൽ സ്വതന്ത്രനാണ് എന്നല്ലേ എൻ്റെ അർത്ഥം. അല്ലാതെ വേറെ ആളെ കയ്യിലുള്ള സാധനം സ്വതന്ത്രനാന്ന് പറയാൻ എനിക്ക് അധികാരമില്ലല്ലോ. അപ്പോൾ പിന്നെ ആ വാക്കിന് അങ്ങനെ അർത്ഥം വെച്ചു. പിന്നെ ശരീഅത്തിൽ ഈ അടിമനെ എങ്ങനെയെങ്കിലുമൊക്കെ മോചിപ്പിക്കാനുള്ളൊരു പഴുത് കിട്ടി അപ്പം മോചിപ്പിക്കും. അപ്പം അങ്ങനെ ഒരു വാക്കാട് പറഞ്ഞിട്ടാൽ മതി. വേറെയുള്ളതിനും ഇല്ല. ഈ അടിമനെ മോചിപ്പിക്കുന്നിടത്താണ് നിയമത്തിൽ പെട്ടെന്ന് അടിമ മോചിതനാകാനുള്ള മാർഗങ്ങൾ ശരീഅത്ത് പാസ്സാക്കുന്നത്. വേറെയുള്ളതിനും ഇല്ല. ഹുക്കിമ ബിഹുറിയത്തി. ഇനി മറ്റൊരു മസല, അവിടെയും കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലേക്ക് മാറും. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ അവന് ഒരു ₹1,00,000 കൊടുക്കാനുണ്ട്, എന്നിട്ട് ഇഖ്റാർ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഞാൻ പറയാണ്, സെയ്ദിനോട് പറയണം, നിങ്ങളോട് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളോട് ഞാൻ പറയാണ്, ഞാൻ എൻ്റെ സുഹൃത്തിന് ₹1000 കൊടുക്കാനുണ്ട് എന്ന്, ₹1,00,000 കൊടുക്കാനുണ്ട് എന്ന് ഇഖ്റാർ ചെയ്യൂട്ടോ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേൽപ്പിച്ചു.
ഇഖ്റാർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇഖ്റാർ ചെയ്തു. എന്ത്, എൻ്റെ സുഹൃത്ത് ഞാൻ 1 ലക്ഷം റുപ്യ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വാക്കിന് വാല്യൂ ഇല്ല. കാരണം ഞാൻ എന്താ പറഞ്ഞത്, എൻ്റെ സുഹൃത്തിന് ഞാൻ 1 ലക്ഷം റുപ്യ കൊടുക്കാനുണ്ട് എന്ന് ഞാൻ ഇഖ്റാർ ചെയ്യട്ടോ, ഞാൻ കൊടുക്കാനുണ്ടായിട്ടൊന്നും അല്ല, ഞാനത് പറയാണ് എന്ന് പറഞ്ഞായിട്ട് എന്ത് ചെയ്തു, ഇഖ്റാർ ചെയ്തു. പക്ഷെ കൊടുക്കേണ്ടി വരും. നേരത്തെ തമാശക്ക് പറഞ്ഞൊന്നും ഇവിടെ നോക്കൂല. എന്തെങ്കിലുമൊക്കെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ പിന്നീട് ഞാൻ അങ്ങനെ പറയുന്നു പറഞ്ഞായിട്ട് പറഞ്ഞതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഞാൻ എൻ്റെ സുഹൃത്തിന് 1 ലക്ഷം കൊടുക്കാനുണ്ട് എന്ന് ഞാൻ സമ്മതിച്ച് പറയട്ടോ, ഞാൻ യഥാർത്ഥത്തിൽ കൊടുക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സുഹൃത്തിന് ഞാൻ 1 ലക്ഷം റുപ്യ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞായിരിക്കാം. കൂട്ടൂല, 1 ലക്ഷം കൊടുക്കേണ്ടി വരും. വലോ അഷ്ഹദ, ഒരാൾ സാക്ഷി നിർത്തി, എന്ത്, അന്നഹു സയഖിറു ബിമാ ലൈസ അലൈഹി, അയാൾ കൊടുക്കാനില്ലാത്ത, അതാണല്ലോ അലൈഹി എന്ന് പറഞ്ഞാൽ, അവന് കൊടുക്കാനില്ലാത്തൊരു സംഖ്യ കൊടുക്കാനുണ്ട് എന്ന് സമ്മതിച്ച് പറയുമെന്ന് ഒരാൾ മറ്റൊരാളെ സാക്ഷി നിർത്തി. എന്നിട്ട് ഫാഖർ അന്ന അലൈഹിലി ഫുലാനിക്കത്, എന്നിട്ട് പറഞ്ഞു ഞാൻ 1 ലക്ഷം റുപ്യ കൊടുക്കാനുണ്ട് എന്ന് ഇഖ്റാർ ചെയ്താൽ, എന്തോ കേസിന് കഴിച്ചിലാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ഫാഖർ അങ്ങനെ അവൻ സമ്മതിച്ച് പറഞ്ഞു അന്ന അലൈഹിലി ഫുലാനിക്കതാൻ, ആ കൊടുക്കാനില്ലാത്ത വ്യക്തിക്ക് അവൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ലസിമുഹു, അവന് കൊടുക്കൽ നിർബന്ധമാകും. വലം യംഫഉഹു ദാലിക്കൽ ഇഷ്ഹാദു, ആ സാക്ഷി നിർത്തൽ എന്താവില്ല, അവന് ഉപകരിക്കുന്നതല്ല. ഓക്കെ, ഇനി രോഗിൻ്റെ ഇഖ്റാറാണ് വിഷയം. രോഗിക്ക് രോഗാവസ്ഥയിൽ എന്ത് ചെയ്യും, പലതും പറയും. ഞാൻ അവനൊരു 10,000 കൊടുക്കാണ്ട്, ഞാൻ അവിടെ പള്ളിക്കൊരു 25,000 കൊടുക്കാണ്ട്, ഞാൻ മറ്റൊരു, കാരണം രോഗാവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. മനുഷ്യന്മാരൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ബാധ്യതയൊക്കെ ഏറ്റു പറയാൻ സാധ്യത ഉള്ളതാണല്ലോ. അപ്പോൾ എന്തൊക്കെ രോഗാവസ്ഥയിൽ കൊടുക്കാനുണ്ട് എന്ന് സംബന്ധിച്ച് പറഞ്ഞോ, അതൊക്കെ സ്വഹിയാകും. അതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മരിക്കണതിന് മുമ്പ് തന്നെ അവൻ്റെ സ്വത്തൊന്നും എടുത്ത് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനന്തരാവകാശികൾക്ക് ഓഹരി ചെയ്യാൻ പറ്റുള്ളൂ. അനന്തരാവകാശികൾ അതിന് കളവാക്കിയാൽ പോലും, ആ പറഞ്ഞത് ശരിയൊന്നുമല്ല, വാപ്പ രോഗാവസ്ഥയിൽ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് സമ്പത്ത് തരാക്കാൻ വേണ്ടി വാപ്പ അങ്ങനെ പറഞ്ഞതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പം രോഗാവസ്ഥയിൽ നുണ പറയില്ല എന്നാണ്, നമ്മൾ കളവ് പറയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ആർക്കാണ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞത് ഓനെ വിളിച്ചിട്ട് സത്യം ചെയ്യിപ്പിക്കുക കോടതിയിൽ കൊണ്ടുപോയിട്ട്, എനിക്ക് വാപ്പത്ര തരാനുണ്ട് എന്ന് അനന്തരാവാസികൾക്ക് എന്ത് ചെയ്യുക, അവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുക. ഓക്കെ, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വസഹ ഇഖ്റാറും ഈ മരീദിൻ മറലമോത്തിൻ, മരണാസന്നനായി കിടക്കുന്ന രോഗിയുടെ ഇഖ്റാർ സ്വഹിയാണ്. പലോലി വാരിസിൻ, അത് ഞാൻ അനന്തരാവകാശിക്കാണ് സംബന്ധിച്ച് പറയുന്നതെങ്കിലും, എന്ന് വെച്ചാൽ അനന്തരാവകാശിക്ക് കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നതെങ്കിലും, അത് ബിദൈനിൻ കടാവാം, ഔ അയിനിൻ വസ്തു ആകാം. ഈ 5 സെൻറ്റ് ഞാൻ കൊടുത്തതാണ് ടോർണം, അങ്ങനെ ആയാലും മതി. അല്ലെങ്കിൽ 1000 റുപ്യ ഞാൻ കൊടുക്കാനുണ്ട് ടോന്ന് പറഞ്ഞു, ദൈനായാലും വേണ്ടില്ല, അയനായാലും വേണ്ടില്ല, വസ്തു ആയാലും വേണ്ടില്ല, കടായാലും വേണ്ടില്ല. അങ്ങനെ ഒരാൾക്ക് അവകാശമുണ്ട് എന്ന് രോഗാവസ്ഥയിൽ, മരണരോഗമായിരിക്കണം, മരണരോഗത്തിൽ ഇഖ്റാർ ചെയ്താൽ സ്വഹിയാകും. ഫയുഖ്റജു മിൻ റഅസിൽ മാലി, അപ്പോൾ അവൻ്റെ സ്വത്തിൽ നിന്നെന്താവും, അതിനെ നൽകപ്പെടും. അവൻ്റെ മൊത്തം സ്വത്തില്ലേ. വൈൻ കദബഹു ബഖിയത്തുൽ വറസത്തി, ബാക്കിയുള്ള അനന്തരാവകാശികൾ അത് നിഷേധിച്ചാൽ പോലും, കാരണം എന്നഹു, കാരണം അവൻ ഇൻതഹ എത്തിച്ചേർന്നിട്ടുണ്ട്, ഇലാ ഹാലത്തിൻ, ഒരവസ്ഥയിലേക്ക്. ഏതവസ്ഥ, യസ്തുഖ് ഫീഹി അൽ കാദിബു വയതൂബുൽ ഫാജിറു, കളവ് പറയുന്നവന് സത്യം പറയുകയും തമ്മാടി തൗബ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫല്ലാഹിറു സിദ്ഖുഹു, അപ്പോൾ അവൻ്റെ അവസ്ഥയിൽ നിന്ന് പ്രകടമാകുന്നത് സിദ്ഖുഹു, അവൻ പറയുന്നത് സത്യമാണ് എന്നാണ്. പക്ഷേ ലാകിൽ വാരിസി, അനന്തരാവകാശിക്ക് തഹ്ലീഫുൽ മുഖറി ലഹു, മുഖറു ലഹുവിനെ സത്യം ചെയ്യിപ്പിക്കാം. അൽ ഇസ്തിഹഖാഖി, ആ പറഞ്ഞതിനക്ക് അവൻ അവകാശിയാണ്, അർഹനാണ് എന്ന് സത്യം ചെയ്യിപ്പിക്കുക. ഞാൻ മരണരോഗത്തിന് ഞാൻ സെയ്ദിന് കൊടുക്കാനുണ്ട് എന്നല്ലേ പറഞ്ഞത്, സെയ്ദിനെ പിടിച്ച് സത്യം ചെയ്യിപ്പിക്കുക, എനിക്കങ്ങനെ കിട്ടാനുണ്ട് എന്നുള്ളത്, അല്ലാതെ നിഷേധിക്കാനൊന്നും കഴിയില്ല. ഫീമസ്തറോ ഷെയ്ഖുന. ശരി, വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.